എൻ്റെ പേര് നിവ്യ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇതെൻ്റെ മമ്മിയാണ് എനിക്ക് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എനിക്ക് ഒരു മോൻ ഉണ്ട്, മൂത്ത മോൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ ഡെലിവറിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ഡെലിവറി ആയിരുന്നു മൂത്ത ആൾ. രണ്ടാമത്തെ ഡെലിവറിക്ക് ചെക്കപ്പുകളൊക്കെ സാധാരണ പോലെ പോയി. ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഡെലിവറിയുടെ സമയമായി. സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ നോർമലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് അങ്ങനെ പോയി. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. 2021 ഏപ്രിലിൽ ഒരു ദുഃഖവെള്ളിയാഴ്ച ആയിരുന്നു എൻ്റെ രണ്ടാമത്തെ മോൻ ജനിച്ചത്. അങ്ങനെ കോവിഡ് സമയമായതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു. ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊന്നും കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ സന്ദർശകർ ആരും ഡോക്ടർ വീട്ടിലേക്ക് വരുത്തണ്ടെന്ന് പറഞ്ഞു. കോവിഡ് ആയതുകൊണ്ടും പിന്നെ കുട്ടിക്ക് വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും. അപ്പം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കൊച്ചിന് കാല് തീരെ അവൻ അനക്കുന്നില്ല. അവൻ്റെ ശബ്ദം പതുക്കെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇതെന്താ എൻ്റെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങണേന്ന് ഉള്ളൊരു പെട്ടെന്നാണ് അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മൂത്ത മോൻ്റെ വീഡിയോകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് കാണാൻ തോന്നിക്കണില്ല. ഞങ്ങളതൊന്നും നോക്കണില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവാം. അങ്ങനെ 2 മാസം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ വാക്സിനേഷന് കുട്ടീനെ ഒരു ഡോക്ടറിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോഴും ഞാൻ അവിടെ ഡോക്ടറിനോട് പറഞ്ഞു കൊച്ചിൻ്റെ സൗണ്ട് തീരെ, അവൻ കരയുമ്പോൾ തീരെ സൗണ്ട് ഇല്ല, സൗണ്ട് ഇങ്ങനെ വളരെ ഫീബിളായിട്ടുള്ള വോയിസാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, അത് ചിലപ്പോൾ വല്ല തൈറോയിഡിൻ്റെ ഇഷ്യൂസാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു. അങ്ങനെ കറക്റ്റ് 2 മാസം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ആൻറ്റി കുട്ടികളുടെ ഡോക്ടറാണ്, പുറത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആൻറ്റി വാട്സാപ്പിൽ വന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കൊച്ച് ഇങ്ങനെ കൈയും കാലുകളൊക്കെ ചെറുതായിട്ട് നനക്കക്കുറവ് പോലെ തോന്നുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് സൗണ്ടൊക്കെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി വെറുതെ വീഡിയോ കോൾ വഴി അവനെ കണ്ടു, വാട്സാപ്പിലൂടെ കണ്ടു. അപ്പോൾ ആൻറ്റി ഞങ്ങളോടത്ത് ഒന്നും പറയണില്ല. അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്ത് ഡാഡീനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയില്ല, പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കുട്ടികളുടെ ന്യൂറോ ഡോക്ടറിനെ പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ആൻറ്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലത്തെ ഒരു നല്ലൊരു ഡോക്ടറിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ ഡോക്ടർ ഞങ്ങളോടൊന്നും പറയുന്നില്ല, പാരൻസിനോടൊന്നും പറയുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇത് വളരെ സിവിയർ ആയിട്ടുള്ള SMA type 1 എന്ന് പറയുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന ഒരു ഡിസീസാണ് കുട്ടിക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് നിങ്ങളുടെ ആദ്യത്തെ മോനാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, അത് രണ്ടാമത്തെ കൊച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അപ്പോഴും ഞാൻ അറിയില്ല ഇതിങ്ങനെ ഒരു ഡിസീസ് ഉണ്ടെന്നും ഈ ഡിസീസിൻ്റെ ഗൗരവം ഇതാണെന്നൊന്നും ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. അങ്ങനെ ഡോക്ടർ ഇത് പറഞ്ഞു, ഇങ്ങനെ 6 ടൈപ്പ് ഉണ്ട്, മോന് വന്നേക്കുന്നത് ഏറ്റവും സിവിയർ ടൈപ്പാണ്, ഈ മോൻ അധികം നാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അത് പതുക്കെയാണ് ഞാൻ അറിയുന്നതെങ്കിലും ഇതാണ് ആ അസുഖത്തിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചെന്നെ നോക്കി ചിരിക്കുകയാണ്. ഇതൊക്കെ കോവിഡ് സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിന് മാതാപിതാക്കളെ മനസ്സിലാവുന്നുണ്ട്, എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്, അവൻ്റെ ബ്രെയിനിനൊക്കെ നല്ല വളർച്ചയുണ്ട്, പക്ഷേ കൈകാലുകളും അവൻ്റെ മസിൽസൊക്കെ വീക്കാണ്, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു ഈ ഇതുവരെ സുഖപ്പെട്ടിട്ടില്ല, പക്ഷെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടല്ലോ, ഇനി ദൈവത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വളരെ വേദനയോടുകൂടി പെട്ടെന്നാണ് ഭയങ്കര ഷോക്കിംഗ് ആയി അത് കേട്ടപ്പോൾ. അതുവരെ ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കണം കൂടിയില്ല അങ്ങനെ ഒരു അസുഖം വരുമോ, അങ്ങനെ ഇന്നുണ്ടാവുമെന്നൊന്നും. എന്നാലും ഞാൻ കൈവിട്ടില്ല. അപ്പോൾ തന്നെ വീട്ടിൽ വന്നു, കുറേ വചനങ്ങളൊക്കെ വായിച്ചു. എനിക്കപ്പോൾ മൈൻഡ് ആകെ ബ്ലാങ്കാണ്. ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാനും എന്താ ചെയ്യേണ്ടത്, എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ പല ധ്യാന കേന്ദ്രങ്ങളിലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും പേടിക്കേണ്ട, വചനം എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, ഒന്നും അങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഡെയിലി അങ്ങനെ അവിടെ നിന്ന് തൊട്ട് എല്ലാ ദിവസവും ഞങ്ങൾ മോനെങ്ങനെ നോക്കും വല്ല മാറ്റമുണ്ടോ എന്ന്. പക്ഷേ ഇടയ്ക്കൊക്കെ അവൻ്റെ കൈകളൊക്കെ അനങ്ങും, ചിലപ്പം കൈ പൊക്കും, എന്നാലും അവൻ വളരെ തീരെ അനക്കില്ല എന്ന് പറയാം. അതുപോലെയായിരുന്നു. ഇടയ്ക്ക് നമ്മളെയൊക്കെ നോക്കിച്ചിരിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കെ ഇതുപോലെ പ്രാർത്ഥിച്ച്
പിന്നെയും ഡോക്ടർ പറഞ്ഞു നമുക്കിത് ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്കിതിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് കൊച്ചിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഹൈദരാബാദിലേക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് റിസൾട്ട് വന്നു. റിസൾട്ട് പോസിറ്റീവാണ്. അവന് SMA type 1 തന്നെയായിരുന്നു. അന്നാണ് ഞാൻ ഈ അസുഖത്തിൻ്റെ എന്താണെന്നും ഇതിൻ്റെ ഗൗരവം എന്താണെന്നും മനസ്സിലാക്കിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ, 25% ഇനിയും ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ആ ജീൻ മിസ്സിംഗ് ആണ്. ഈ type 1 എന്നുള്ള ജീൻ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞ് അത് കഴിഞ്ഞ് ഒരു 3-3.5 മാസമായപ്പോൾ കൊച്ചിന് ഇതുപോലെ ശ്വാസതടസ്സം വന്നു. അവനാകെ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടായി. അവൻ്റെ കാര്യങ്ങളൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ 3 ദിവസം അവൻ ICUവിൽ വളരെയധികം വേദന ബുദ്ധിമുട്ടി. ആ കോവിഡ് സമയത്താണ് അവനെന്നെ നോക്കണ്ടത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ICUവിൽ ഞാനും കരയാണ് അവനെ നോക്കിയിട്ട്. ഞാൻ ദൈവത്തിനോട് ചോദിക്കേണ്ട എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഈ കുഞ്ഞിനിങ്ങനെ ഉണ്ടാവാൻ മാത്രം? എനിക്കൊന്നും മനസ്സിലാവണില്ല. കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ കുറേ വചനങ്ങളും മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് വളരെ ബുദ്ധിമുട്ടായി. ആകെ ഇനി എങ്ങനെയാവും, ഇനി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ, അതൊക്കെ പിന്നെ എൻ്റെ ചിന്ത. അത് കഴിഞ്ഞ് വീണ്ടും ഇത് എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല. ഈ മോൻ്റെ ഈ 3 ദിവസത്തെ ICUവിലത്തെ ആ ഒരു ജീവിതവും അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് കടന്നു പോകില്ല. അവസാനം അതിന് മുമ്പ് ഞങ്ങൾ അവന് മാമോദീസ കൊടുത്തിരുന്നു. അപ്പം 3.5 മാസമായപ്പോൾ അവനങ്ങനെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്കും ഈ ജീൻ മിസ്സിംഗ് ആണ്. ഞങ്ങളുടെ റിസൾട്ട് വന്നു, അതും പോസിറ്റീവാണ്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ റിസ്ക് ആണ് എടുക്കണത്. ഇനിയൊരു നിങ്ങൾക്ക് ഡെലിവറിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അല്ലാതെ ഉറപ്പ് വരുത്തി നോർമൽ ഡെലിവറി നിങ്ങൾക്ക് അത്രയും പ്രിഫർ ചെയ്യണില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ 5-ാം മാസത്തിൽ ഇതിനൊരു ടെസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ അത് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2022 ഡിസംബറിൽ ഞങ്ങളൊരു ധ്യാനം കൂടി. അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ധ്യാനത്തിന് പോയത്. അപ്പോൾ ധ്യാനത്തിന് പോയി ഞങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചു. എന്നാലും ഉള്ളിൽ എനിക്കിങ്ങനെ ഒരു പേടിയുണ്ട്, ഇനി അടുത്തൊരു കൊച്ചിനും കൂടി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവമേ ഞാനിത് എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട് മനസ്സിൽ. അങ്ങനെ ഞാൻ ജാനുവരിയിൽ പ്രഗ്നൻ്റായി. 2023 ജാനുവരിയിൽ പ്രഗ്നൻ്റായി. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ചെക്കപ്പുകളും ഉള്ളിൽ വലിയൊരു ഭയം ഉണ്ടെങ്കിലും പിന്നെ ഈശോയിലും മാതാവിലും ഒക്കെ ആശ്രയിച്ച് ഞാൻ അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. അപ്പോഴും എന്നോട് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ പോണത്, നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കൂടെയുള്ളവരും വീട്ടുകാരൊക്കെ എനിക്ക് നല്ല ധൈര്യം തന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് തന്നെ പോയി. എല്ലാ ചെക്കപ്പുകളും അതുപോലെ ഇങ്ങനെ ഓർഡറിലായിട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി ഇവിടെ വന്ന് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുത്ത് മാതാവിനോട് എല്ലാ ദിവസവും മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പിന്നെ കയ്യിൽ ഉടമ്പടി തൈലൊക്കെ വെച്ച് വയറമ്മയൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായി നവംബർ 4-ാം തീയതി എനിക്ക് 3ാമതും ഒരു ആൺകുട്ടി, ആരോഗ്യമുള്ളൊരു കുട്ടീനെ തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു. ഞാൻ ഡെലിവറിക്ക് പോണേക്കാട്ടും മുമ്പ് ഇവിടുത്തെ കാശ് രൂപം പിടിച്ചിട്ടാണ് പോയത്. വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് പെയിൻ വരികയും പെട്ടെന്ന് ഡൈലേറ്റായി പെട്ടെന്ന് കൊച്ച് പുറത്തേക്ക് വരികയും ചെയ്തു. അതിനുശേഷം നമുക്ക് ടെൻഷൻ ഉണ്ട്. 6 മാസമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കൊച്ച് 6 മാസം വരെ എങ്ങനെയാവുമെന്ന് നമുക്കൊരു ഉള്ളിലൊരു ആദിയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം കൊച്ചിന് 7 മാസം കഴിഞ്ഞു. ഇതുവരെ അവന് ഒരു കുഴപ്പമില്ല. മുമ്പത്തെ കൊച്ചിനെക്കാട്ടും നല്ല ആക്റ്റീവുമാണ്. പിന്നെ അവൻ്റെ ആ ഒരു ശക്തിയും അതൊക്കെ കണ്ടിട്ട് ശരിക്കും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവം എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യം കിട്ടി. ഇതാണ് എൻ്റെ മോൻ, 3ാമത്തെ മോൻ. ഇതാണ് ആദ്യത്തെ സാക്ഷ്യം. പിന്നെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ ചേച്ചി, അവർക്ക് 2 പിള്ളേരാണ്. അവർ പുറത്താണ്, കാനഡയിലാണ്. ആ ചേച്ചിയുടെ 2ാമത്തെ മോനാണ് സാക്ഷ്യം പറയുന്നത്. മോന് ഒരു ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആയിരുന്നു അവന്. അപ്പോൾ അവൻ വീട്ടിലായാലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, ക്ലാസ്സിലായാലും ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. അവൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, ക്ലാസ്സിലിരിക്കില്ല മര്യാദയ്ക്ക്, മറ്റു കുട്ടികളുടെ പോലെ അങ്ങനെ അടങ്ങി ഒതുങ്ങുന്ന ഇരിക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും അവന് കംപ്ലൈൻ്റ് ആണ്, എന്താ ഈ കുട്ടി ഇങ്ങനെ. അപ്പോൾ എല്ലാ ദിവസവും ഇവരെ വിളിപ്പിക്കും സ്കൂളിലേക്ക്. അപ്പോൾ ഇവർക്ക്
വല്ലാത്തൊരു വിഷമമായി, ഇതെന്താ ഇങ്ങനെ പറ്റണേ, ഞങ്ങളുടെ മോൻ എന്താ ഇങ്ങനെ പ്രശ്നം പറ്റണേ. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം ഇന്നലെ ഞങ്ങളിങ്ങോട്ട് പോരണേക്കാട്ടും മുമ്പായിട്ട് മമ്മീനെ ചേച്ചി വിളിച്ച് പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞു അവന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, മുമ്പത്തെ പോലെ അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ നല്ല മറ്റേ കുട്ടികളുടെ പോലെ തന്നെ നല്ല അറ്റൻറ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. അപ്പോൾ ചേച്ചിയും ഇതുപോലെ ഓൺലൈൻ ഉടമ്പടി എടുത്തു, ഞാനും ഈ കഴിഞ്ഞ ആഴ്ച ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മമ്മിക്ക് 2021 ഏജ് റിലേറ്റഡ് ഇൽനെസ് മയോപിക് CNVM എന്ന് പറഞ്ഞ ഒരു റെറ്റിനയിൽ വരുന്ന ഒരു അസുഖമാണ്, കണ്ണിൻ്റെ കാഴ്ച കുറയും, അങ്ങനത്തെ ഒരു അസുഖം ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനാകെ കൂടി ഇഞ്ചക്ഷൻ മാത്രമാണ് അതിനൊരു മരുന്നുള്ളൂ, ആ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് സ്റ്റേബിളായിട്ട് നമുക്ക് നിർത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു ഈ വിഷൻ, അല്ലെങ്കിൽ ഇത് പതുക്കെ 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 കാലക്രമേണ അത് കുറഞ്ഞു വരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ 2 ഇഞ്ചക്ഷൻ എടുത്തു മമ്മി. അങ്ങനെ മൂന്നാമത്തെ ഇഞ്ചക്ഷന് മുമ്പായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസം കൂടുമ്പോഴുള്ള എല്ലാ ചെക്കപ്പിനും റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതുവരെ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ചെക്കപ്പിന് പോവും, ഡോക്ടർ പറയും കുഴപ്പമില്ല, ഇനി അടുത്തൊരു 3-4 മാസം ഡ്രോപ്സ് ഒഴിച്ചാൽ മതി, 3-4 മാസം കഴിയുമ്പോൾ സാധാരണ പോലെ ചെക്കപ്പിന് വന്നാൽ മതി. ഇതുവരെ പിന്നീട് 2 ഇഞ്ചക്ഷന് ശേഷം പിന്നെ വേറെ ഇഞ്ചക്ഷനുകളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അതിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ നാലാമത്തെ, എൻ്റെ ഡാഡിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്പൈനൽ കോഡ് അവിടെ C4 C5 ഡിസ്കിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്, ഒരു മേജർ സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡാഡി ഇങ്ങനെ സ്റ്റെപ്പുമ്മൽ നിന്ന് വീണു. അങ്ങനെ വീണ് ആദ്യത്തെ ദിവസമൊക്കെ നല്ല വേദനയായിരുന്നു. അപ്പോൾ വിചാരിച്ചു അതിൻ്റെ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് വല്ല പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ മാതാവിൻ്റെ ഉപ്പും ഉടമ്പടി തൈലൊക്കെ എടുത്ത് കുരിശ് വരച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസമായി, ഇപ്പോൾ വേദന പൂർണ്ണമായി മാറി. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ അടുത്ത സാക്ഷ്യം, എൻ്റെ മൂത്ത ആൾക്ക് ഈ വെക്കേഷൻ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഉറങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടണില്ല, ആകെ ഒരു തിക്കുമുട്ടലാണ്. ആകെ പേടിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി ഉടമ്പടി ഉപ്പ് അവന് കൊടുത്തു കുടിക്കാൻ, അത് വെള്ളത്തിലിട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കുരിശം വരച്ച് അവനോട് കിടന്നു എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും എൻ്റെ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല അമ്മാമേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എങ്ങനെയൊക്കെ ഉറങ്ങിപ്പോയി. രാവിലെ കണ്ടു ഞങ്ങൾ അവനെ കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ടപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം ആകെ നീര് വെച്ചിരിക്കുന്നു, കണ്ണൊക്കെ മിണ്ടിയും ഒക്കെ ആകെ നീര് വീർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ്, മോനവിടെ വെക്കേഷന് എൻ്റെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു അലർജിക് റിയാക്ഷനാണ്, പക്ഷേ എന്തായാലും നിങ്ങൾ വന്നത് നന്നായി, കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു എന്തോ മരുന്ന് കൊടുത്തു, അവനെ വിട്ടു. പിറ്റേ ദിവസം അന്ന് തൊട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അവന് ശരിയായി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കാരുണ്യപ്രവർത്തികൾ എല്ലാ ദിവസവും മമ്മി ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാ വീടുകളിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ആസ്പത്രികളിൽ പോയിട്ട് മറ്റേ അനാഥാലയങ്ങൾ പൈസ കൊടുക്കാറുണ്ട് സ്ഥിരമായിട്ട്. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള എടുത്തിട്ട് അപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ടോക്കുകളൊക്കെ ഇപ്പോൾ ഈ ഒരാഴ്ച എത്ര പേർക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുന്നു അത്ര പേർക്കൊക്കെ സാക്ഷ്യങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് സാക്ഷ്യം, കാരുണ്യപ്രവർത്തികൾ. ആത്മീയ ജീവിതം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബ വിശദീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒരു നിയോഗമായിരുന്നത്. ഇപ്പം ഞാനും എൻ്റെ ചേച്ചിയും ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വന്നു. ഞങ്ങളും ഇവിടുത്തെ പ്രാർത്ഥനകളും ഇവിടുത്തെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളും കൂടുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഇപ്പം ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും കൊന്തെത്തിക്കും, ബൈബിൾ വായിക്കും. എന്തൊക്കെ മറ്റേത് എന്തെങ്കിലും നമുക്ക് നടക്കാനുള്ളപ്പോൾ അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ മാത്രമാണ് ബൈബിൾ തുറക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പോകാറുള്ളായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പേഴ്സണൽ പ്രയറിന് ഒരു സമയം കൊടുക്കാറുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു.
നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്തു തന്നെ ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക എന്നാണ് 1 കൊറിന്ത്യൻസ് 10:31 തിരുവചനം അരുളി ചെയ്യുക. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോഴാണ് തങ്ങളൊരു പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞിരുന്നതെങ്കിൽ ഉടമ്പടി ജീവിതം തങ്ങളുടെ കുടുംബത്തെ മൊത്തം വിശുദ്ധീകരിക്കുന്നതാണെന്നും ഇപ്പോൾ പേഴ്സണൽ പ്രെയറിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്, സമയം മാറ്റിവെക്കുന്നു എന്നാണ് പറയുക. അതായത് ജീവിത വിശുദ്ധീകരണത്തിലൂടെ കർത്താവിനെ സ്നേഹിക്കുക, അതാണ് ഉടമ്പടിയുടെ ജീവിതമെന്ന് പറയുക. പിന്നീട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതായത് അനുഗ്രഹങ്ങൾ അത് ആർക്കും കിട്ടും, എന്നാൽ ഉടമ്പടിയിലൂടെ കിട്ടുന്നത് കൃപകളാണ്. ആ കൃപകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടത്. ഈ മകളുടെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ സാക്ഷ്യത്തിലൂടെ നാം കേട്ടു. എല്ലാം ദൈവം നമ്മെ മുമ്പോട്ട് നടത്തുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ എങ്ങനെയാണ് തങ്ങൾക്ക് ഒരു കുഞ്ഞ് ലഭിച്ചാൽ ആ കുഞ്ഞും ഇതുപോലെ തന്നെയാകും, ഇനിയൊരു പ്രഗ്നൻസി ഇനി അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതായത് ഇവരുടെ കണ്ടീഷൻ ഇപ്പോഴും ഇവർക്ക് ആ ഉള്ള ജനറ്റിക് ജെംസിൻ്റെ അല്ലേ, ആ ജീൻസിൻ്റെ ഡിസോർഡർ ഇപ്പോഴും ഇവർക്കുണ്ട് ദമ്പതികൾക്ക്. എന്നാലും ആ ഡിസോർഡറിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് ഇവർക്ക് മൂന്നാമത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ലീഷ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 2 മക്കളാണുള്ളത്, ഹിഷാൽ, ഹർഷിത്. ഇത് രണ്ടാമത്തെ മകൻ ഹർഷിത്. ഇവന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവൻ 2020 മാർച്ച് മാസത്തിലാണ് ജനിച്ചത്. അപ്പോൾ ജനിച്ച മുതലേ ഇവൻ ഒരു കാലിന് ക്ലബ് ഫൂട്ടായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ക്ലബ് ഫൂട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സ് അപ്പോൾ തന്നെ പീഡിയാട്രിക് ഡോക്ടറും എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റും ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു 6 വീക്സ് എത്തുന്ന സമയത്ത് ടിനോട്ടമി എന്ന് പറഞ്ഞ ഒരു സർജറി ചെയ്യാം, ആ സർജറിയിലൂടെ ഇത് പൂർണ്ണമായും ക്ലിയർ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് ജനിച്ച് 5ാമത്തെ ദിവസം മുതൽ ഓരോ വീക്സിലും പോയിട്ട് കാലിന് പ്ലാസ്റ്റർ ഇട്ടു. 6th വീക്ക് എത്തിയപ്പോൾ ആ ടിനോട്ടമി എന്നുള്ള സർജറി ചെയ്തു. 1 മാസം കൊണ്ട് അവർ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 6 മാസത്തിന് ശേഷം നോക്കുമ്പോൾ കുട്ടിയുടെ കാല് ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വളഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ 1 വയസ്സോ കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി സർജറി ചെയ്ത് നോക്കാം. പക്ഷെ അവർ ഒരു ഉറപ്പ് പറഞ്ഞില്ല. അപ്പം ഞാൻ കോഴിക്കോട് തന്നെ മറ്റു പല ഹോസ്പിറ്റലുകളും കണ്ണൂരും ഒക്കെ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും ഇതിനൊരു ഉറപ്പ് പറയുന്നില്ല. ഞാൻ 2021 കൃപാസന മാതാവിനെ കുറിച്ച് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ട് ഇവിടെ വരാൻ പറ്റുന്നില്ല. കൊറോണ സമയമാണ്. ഞാൻ റെഡിയായി നിൽക്കുന്ന സമയത്താണ് അറിയാം ഇവിടെ അടച്ചിട്ടാണ് ഉള്ളത് കൊറോണ കാരണം. അല്ലെങ്കിൽ ഓരോരോ തടസ്സം കാരണം ഞാൻ 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം തന്നെയാണ് വെച്ചത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് നടന്നു കിട്ടിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടി 10 വർഷത്തിന് മേലെയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. ഞാൻ എൻ്റെ 6ാമത്തെ നിയോഗം വെച്ചത് അവൾക്ക് വേണ്ടിയാണ്. ആ 6ാമത്തെ നിയോഗം എനിക്ക് 1 മാസം കൊണ്ട് സാധിച്ചു കിട്ടി. കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേന് ഇതൊക്കെ അവൾക്ക് കൊടുത്തിട്ട് അവളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അവൾ നെക്സ്റ്റ് മന്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ കൺസീവ് ആയി എന്നുള്ളത്. അതിനുശേഷം ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ കിട്ടി. അപ്പോൾ ഞാനിവിടെ അൾത്താരയിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അച്ഛൻ ഇതുവരെ കുട്ടികളെയൊന്നും എടുത്ത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ ഇത് ശരിയായി കിട്ടുകയാണെങ്കിൽ ജോസഫ് അച്ഛൻ എൻ്റെ മകനെ എടുത്ത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് അവിടുന്ന് ഒരു ബ്ലെസ്സിങ്സ് വാങ്ങി തിരിച്ചു തരണം എന്നാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല, മോനെ എടുത്തു പോയി ഈശോൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും കൊണ്ടുപോയി ബ്ലെസ് ചെയ്തിട്ട് തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് സാക്ഷ്യം പറയാമെന്ന്. ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന കഴിഞ്ഞാൽ മോൻ്റെ കാലിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് അതിനുശേഷം ഒരുപാട് ആളുകൾ കോയമ്പത്തൂരുള്ള ഒരു ഗംഗാ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി കുഞ്ഞിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞു ഇത് സർജറിയിൽ കൂടെ റെഡിയാക്കാന്നുള്ളത്. അപ്പം ഞാൻ അന്നിപ്പോൾ വിചാരിച്ചത് ഞാനിവിടെ കൃപാസന അമ്മേനോട് പ്രാർത്ഥിച്ചിട്ടാണ്, അപ്പം മാതാവ് ഇത് ശരിയാക്കി തരൂലേ. അങ്ങനെ മാതാവാണ് ശരിയാക്കി തരുന്നതെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന്
കാശ് രൂപം നഷ്ടപ്പെട്ടു പോയായിരുന്നു, എൻ്റെ തെറ്റാണ്. പക്ഷേ ഡോക്ടർ സർജറി ഫിക്സ് ചെയ്തു. എനിക്ക് ആ കാശ് രൂപം, കളഞ്ഞുപോയ കാശ് രൂപം 1.5 മാസത്തിന് ശേഷം എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് അമ്മയാണ് എനിക്കിതിനുള്ള വഴി ഒരുക്കി തന്നതെന്ന്. അപ്പോൾ സർജറിക്ക് വലിയൊരു എമൗണ്ട് വേണം, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ മാതാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു പോലും സംസാരിക്കാത്ത ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് ലിഷ പൈസ വേണോ, മോൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട, ശരിയാവും എന്ന് പറഞ്ഞു. എനിക്ക് എവിടെ നിന്നൊക്കെയോ പൈസ വന്നു, സർജറി ഭംഗിയായി ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 1.5 മാസത്തിന് ശേഷം പ്ലാസ്റ്റർ അഴിച്ച് നോക്കുന്ന സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊരു ഫാസ്റ്റ് റിക്കവറി ആണ്, ഇത്ര പെട്ടെന്ന് ഇത് ശരിയാവുമെന്ന് ഡോക്ടർ പോലും വിചാരിച്ചില്ല എന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി. അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യം, എൻ്റെ വീട് ഒരു 70 വർഷത്തോളം പഴക്കമുണ്ട്. വീട്ടിൽ ഞാനും അമ്മയും 2 മക്കളും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ ആ വീട് മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അച്ഛനെ കൊണ്ടത് സാധിച്ചില്ല. എൻ്റെ അനിയനും അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല, അവനെ കൊണ്ടും അത് സാധിക്കുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ വീട്ടിലെപ്പം നോക്കിയാലും പാമ്പ് വരും, പെരുമ്പാമ്പ്, മൂർക്കൻ, അണലി, ചേര. അപ്പോൾ പേടിച്ചുകൊണ്ടാണ് വീട്ടിൽ കഴിയുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ രാത്രിയിൽ ചുമര് പൊട്ടിയിട്ട് എൻ്റെ കാലിലേക്ക് വീണു. ഞാൻ ചാടി എണീറ്റ് ഞാൻ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തില്ലേ, ഈ വീടൊന്ന് മാറ്റി പണിയാനുള്ള ഒരു ഇത് മാതാവിന് തന്നൂടേന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ കാര്യം തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അനിയന് യൂറോപ്പിലേക്ക് ഒരു ജോലി പെട്ടെന്ന് ശരിയായി. അപ്പോൾ അവൻ വീടെടുക്കാൻ വില്ലിങ് ആയി. അപ്പോൾ ലോണിന് പോയ സമയത്ത് ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ, അനിയൻ നാട്ടിലില്ല. അപ്പോൾ ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, വീടിന് പട്ടയമില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പേപ്പറുകളൊക്കെ ഈശോ മാതാവും എൻ്റെ കൂടെ വന്ന് ശരിയാക്കി തന്നതുപോലെ എനിക്ക് തോന്നി. കാരണം ബാങ്കിൽ ഞാൻ ലോണിന് പോയി എല്ലാവരും ക്യൂ നിൽക്കുന്നത് പോലെ ഞാൻ നിന്നിട്ടില്ല. എനിക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല. എൻ്റെ ലോണിൻ്റെ പേപ്പർ ഫില്ല് ചെയ്ത് തന്നത് ബാങ്ക് മാനേജറാണ്. അപ്പോൾ ലോണ് ശരിയാവാണ്ട് തടസ്സം നിന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മ 80 വയസ്സിന് മേലെയുണ്ട്. അമ്മമ്മ വീട്ടിൽ വന്ന സമയത്ത് ജപമാല സ്ഥിരമായി പ്രാർത്ഥിക്കും. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപമാല പ്രാർത്ഥിക്കും, അതേപോലെ ബൈബിൾ വായിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദിവസം മാതാവിൻ്റെ ഒരു മണം കിട്ടി. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ മാതാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എന്നോട് ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ലിഷ ലോൺ പാസ്സായി. അത് തുടങ്ങി 9 മാസത്തിനുള്ളിൽ 2100 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മനോഹരമായ വീട് മാതാവ് എനിക്ക് ഉണ്ടാക്കി തന്നു. കാരണം ഞങ്ങളെ വീടിൻ്റെ 4 മൂലയിലും മാതാവാണ് ഇരിക്കുന്നത്. ഞങ്ങൾ മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ്. ഞങ്ങൾ വീട് പണിയിൽ ഒരു ഘട്ടത്തിൽ പോലും അവിടെ പോയിട്ടില്ല. പക്ഷേ മനോഹരമായൊരു വീട്, ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ 3ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് 2 മക്കളും അമ്മയാണ്. അപ്പോൾ എനിക്ക് കോഴിക്കോട് നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 2022 ഒക്ടോബർ 29 ഇവിടെ ജപമാല റാലിയാണ്. അപ്പോൾ ഒക്ടോബർ 10-ാം തീയതി ആയപ്പോൾ എനിക്കൊരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു. ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തു. എന്നോട് പറഞ്ഞത് 3 മുതൽ 6 മാസം വരെ ടൈമിനുള്ളിൽ ആ വണ്ടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത അന്ന് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഒക്ടോബർ 28-ാം തീയതി രാത്രി 7 മണിക്ക് വണ്ടി കിട്ടണം. അപ്പോൾ പറഞ്ഞു അതെന്തായാലും പറ്റത്തില്ല. പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു മാതാവാണ് എനിക്ക് ഈ വണ്ടി തരുന്നതെങ്കിൽ എനിക്ക് ഒക്ടോബർ 28-ാം തീയതി രാത്രി 7 മണിക്ക് വണ്ടി കിട്ടിയാൽ മതി. കാരണം ആ വണ്ടി എടുത്ത് എനിക്ക് നേരെ കൃപാസനത്തിൻ്റെ മുന്നിൽ വരണം, മാതാവിനെ കാണിക്കണം, എനിക്ക് റാലിക്ക് പോകണം. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒക്ടോബർ 28-ാം തീയതി ഉച്ചവരെ എനിക്ക് ആ വണ്ടി കിട്ടൂല എന്ന് പറഞ്ഞു. പക്ഷേ 28-ാം തീയതി 6 മണിക്ക് ഞങ്ങൾ വീട്ടിലെല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു 7 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തണം, നിങ്ങൾക്ക് വണ്ടി ഇറക്കാം. ആ 28-ാം തീയതി രാത്രി 7 മണിക്ക് ഞാൻ പറഞ്ഞ സമയത്ത് മാതാവ് ഒരു സുഗന്ധാഭിഷേകത്തിലൂടെ എന്നെ അറിയിച്ചു തന്നു അത് തരുന്നുള്ളത്. കാരണം ആ വണ്ടിയിൽ ഇവിടെ റാലിക്ക് വരാൻ വേണ്ടി എൻ്റെ ചേച്ചിയും മോനും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉറച്ച വിശ്വാസത്തിന് മൂലമാണ് ഞങ്ങൾ വേറൊരു വണ്ടി പോലും ബുക്ക് ചെയ്തില്ല. ഞങ്ങൾ 28-ാം തീയതി രാത്രി 7 മണിക്ക് വണ്ടി ഇറക്കി നേരെ ഇവിടെ കൃപാസനത്തിൽ വന്നു. 29-ാം തീയതി ഞങ്ങൾക്ക് റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു ജോലി. അപ്പോൾ കൊറോണ സമയത്ത് പുള്ളി വർക്ക് ചെയ്തു, പക്ഷേ പുള്ളിക്ക് സാലറി ഒന്നും കിട്ടുന്നില്ലായിരുന്നു.
അപ്പോൾ സാലറി കിട്ടാണ്ടായ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടായ സമയത്ത് അവർ അറബീനോട് പൈസയ്ക്ക് ചോദിച്ചു. അപ്പോൾ അറബി പൈസ കൊടുക്കുന്നില്ല. പുള്ളി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറിപ്പോണം, അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെയും ഭാര്യയുടെയും കൊച്ചിൻ്റെയും പേരിൽ കേസെടുക്കും, നിങ്ങളിവിടെ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊരുപാട് വിഷമിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ കൊറോണ സമയത്ത് ഇവിടെ ഗൂഗിൾ മീറ്റിൽ അച്ഛനുമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അവർ സംസാരിച്ചു, അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ അറബിയായിട്ട് ഗൾഫ് രാജ്യത്തിൽ കേസ് നടക്കുകയും, കാരണം കേസിന് വേണ്ടി ഇവർക്ക് അറബി സംസാരിക്കാൻ ഒന്നും അറിയത്തില്ല. മാതാവും ഈശോവുമാണ് അവർക്ക് വക്കീലായി പോയത്. അവരെ കേസ് വിജയിച്ച് അവർക്ക് ഏട്ടന് കിട്ടാനുള്ള പൈസ മുഴുവൻ ശമ്പളമായിട്ട് തിരിച്ചു കൊടുത്തു. ചേട്ടന് പ്രമോഷനോട് കൂടെ വേറൊരു കമ്പനിയിൽ നല്ല ജോലി കിട്ടുകയും ചെയ്തു. അതും ഈശോയും അമ്മയും തന്ന അനുഗ്രഹം തന്നെയാണ്. അടുത്ത എൻ്റെ സാക്ഷ്യം, ചേച്ചിക്ക് ചെന്നൈയിലാണ് അവരുടെ ഫ്ലാറ്റ്. അപ്പോൾ അവർ ഗൾഫിലായതുകൊണ്ട് അവരെ ഫ്ലാറ്റ് റെൻറ്റിന് കൊടുത്തു. 5 വർഷത്തിന് മേലെ ആയിട്ട് അവിടെ താമസിക്കുന്ന ആൾ അവർക്ക് റെൻറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായി. അവർക്ക് ടാക്സ് അടയ്ക്കണം, അങ്ങനെ ഒരുപാട് പൈസകൾ അവിടെ കെട്ടണം, അവർക്ക് അതിനുള്ള വഴിയില്ല. അപ്പം ഞാൻ ചെന്നൈയിൽ പോയ സമയത്ത് ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ചു. ഞാൻ അതേസമയം ചേച്ചീനോട് പറഞ്ഞു, ഗൾഫിലിരുന്നിട്ട് അവർ ഉടമ്പടി എടുത്താണ്, നിങ്ങൾ തിരി കത്തിച്ചു വെക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയും ഒരുമിച്ചിരുന്ന് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ ഫ്ലാറ്റിൻ്റെ ഡോറിൻ്റെ മുകളിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടു. ഒരു 4 മാസത്തിനുള്ളിൽ അവർ വാടക കൊടുത്തു തുടങ്ങി. ഇപ്പം അവർക്ക് കുറച്ചായിട്ട് വാടക കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് 8 വർഷത്തോളമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം എൻ്റെ സാലറി കുറച്ചൊന്ന് കുറവായിരുന്നു. ഞാൻ മാതാവിനോട് അതും എൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോടൊരു സാലറി പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സാലറി തന്ന് മാതാവ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാളും 10,000 രൂപ എനിക്ക് അധികം തന്ന് എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അതുകൂടാതെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഇവിടുന്ന് പത്രം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ആളുകൾക്കല്ല, ഞാൻ അധികം പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അവിടുന്ന് പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാർക്ക് അവർക്ക് കൊടുക്കും. അതേപോലെ കുറേ കുന്നംകുളം അപ്പുറം വിട്ട് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡുകളിലുള്ള ചേട്ടന്മാർക്ക് കൊടുക്കും. ഞാനിത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇവിടുത്തെ കാശ് രൂപവും ചെറിയ ഫോട്ടോവും കൂടെ കൊടുക്കും. ഞാൻ അവരെടുത്ത് വന്നിട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വലുതും ചെറുതുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓരോ അനുഗ്രഹങ്ങളും അവരെടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് ആ പത്രം കൊടുക്കുന്നത്. ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ആ പത്രം മുഴുവൻ കൊടുത്ത് തീർക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ അധികവും എൻ്റെ മോന് കാലിന് വയ്യാത്തത് കൊണ്ട് ഞാൻ അവനെ കൂട്ടിപ്പോയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ കുറേ വയസ്സായ അച്ഛന്മാരും അമ്മമാരും ഒക്കെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസം എനിക്ക് ലീവ് കിട്ടുമ്പോൾ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ പോയി അവർക്ക് ഭക്ഷണങ്ങൾ വാരിക്കൊടുക്കാനും അവരെ ശുശ്രൂഷിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു കൃപ മാതാവ് ഒരുക്കി തന്നു. അതേപോലെ ആദ്യമൊക്കെ വസ്ത്രം കൊടുക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയാണ് വസ്ത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അനാഥാലയത്തിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അവിടെ തന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിന് എനിക്ക് തരാനുണ്ട്. കാരണം ഞാൻ ചോദിച്ച അനുഗ്രഹങ്ങളൊന്നുമല്ല മാതാവ് എനിക്ക് തരുന്നത്. പക്ഷെ ഞാൻ മുന്നോട്ട് പോവില്ല. കാരണം എനിക്ക് എന്താണ് വേണ്ടതെന്ന് എൻ്റെ അമ്മയ്ക്കറിയാം. എൻ്റെ ആവശ്യങ്ങളല്ല എനിക്ക് വേണ്ടത് എന്നുള്ളത് അമ്മയ്ക്ക് ഉറച്ചു ബോധ്യമുണ്ട്. അത് ഞാനും വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതാവസാനം വരെ ഉടമ്പടിയിൽ തുടരാനും മാതാവിനോടൊപ്പം നിത്യതയിൽ ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പുറപ്പാട് 33:19 തിരുവചനം അരുളി ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. കർത്താവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാവുക, അത് നമുക്ക് എങ്ങനെയാണ് കഴിയുക? അതിനാണ് 6 നിബന്ധനകൾ, 6 നിയോഗങ്ങൾ ഉടമ്പടിയിലുണ്ട്. അതുപോലെ തന്നെ നിബന്ധനകളുമുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടം, അതായത് എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കുമെന്ന്
തിരുവചനം അരുളി ചെയ്യുമ്പോൾ ഈ മകളുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾ ഈശോയെ അറിഞ്ഞ നിമിഷം മുതൽ പിന്നീട് അമ്മയോടും ഈശോയോടും എങ്ങനെയാണ് വിശ്വസ്തയോടെ തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ വിശുദ്ധിയോടെ വിശ്വസ്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനാണ് ഈ മകള് ശ്രദ്ധിക്കുന്നത്. തൻ്റെ അമ്മൂമ്മയൊക്കെ, അതായത് അവർക്കൊന്നും ജപമാലയൊന്നും അറിയില്ല, പക്ഷേ ആ അമ്മൂമ്മയൊക്കെ ജപമാല പഠിച്ച് തൻ്റെ വീട്ടിൽ അത് തന്നെ നിരന്തരം പ്രാർത്ഥിക്കുന്നു. ഇത് ഇവിടെ പറയുമ്പോൾ ഈശോയെ വിളിക്കുന്നവർ ആരായിരുന്നാലും അവരെയൊക്കെ ഒത്തിരിയേറെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. തൻ്റെ ഓരോ സാക്ഷ്യവും വളരെ വ്യക്തമാണ്. ഉടമ്പടി എങ്ങനെ തന്നെക്കൊണ്ട് ഉടമ്പടിയിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും എങ്ങനെ ഓരോ കാര്യങ്ങളും ലഭിച്ചു എന്നുള്ളത് ഈ മകൾ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞു. താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ത്, പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയൊക്കെ താൻ ചെയ്യുന്നു. അമ്മയോട് ഓരോ ഡേറ്റൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് അതൊക്കെ എന്ത് ഉറപ്പാണ്, എന്തൊരു ഉറപ്പിലാണ് ഈ മകൾ പ്രാർത്ഥിക്കുന്നത്. അതിനൊക്കെയാണ് സ്നേഹത്തോടെയുള്ള, അതായത് ഹൃദയം സ്നേഹം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, എനിക്ക് ഈ ഡേറ്റിലൊക്കെ ഇതൊക്കെ കിട്ടണം. എങ്ങനെ അമ്മ കൊടുക്കാതിരിക്കും? എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ അമ്മ പറഞ്ഞ ആ ഉടമ്പടി വചനം, അത് ഈ മകള്, ഈ കുടുംബം അക്ഷരം പ്രതി പാലിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാണ് അമ്മ ആ പറഞ്ഞ ഡേറ്റിനൊക്കെ ഈ മകൾക്കും അതുപോലെ തന്നെയാണ് കാര്യം. ഈ മകളുടെ സാക്ഷ്യം മാത്രമല്ല, ഇവിടെ പറയുന്ന എത്രയോ അനുഭവ സാക്ഷ്യങ്ങളിലാണ് നമുക്കിങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെ തൻ്റെ വീടിൻ്റെ കാര്യമുണ്ട്. 70 വർഷത്തോളം പഴക്കമുള്ള വീട്, വരുമാനമാർഗം ഇല്ലാതിരുന്ന അവസ്ഥ, അതെങ്ങനെ വരുമാനമാർഗം ഉയരുന്നു. തൻ്റെ സഹോദരൻ്റെ ജോലി, അതുപോലെ തൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഓരോന്നിലും എങ്ങനെ ഉടമ്പടിയുടെ അംശം പ്രതിഫലിച്ച് കാണുന്നു, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ തിരുവചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാകുവാനാകുകയാണ്. അതാണ് നമ്മുടെ ഉടമ്പടിയിലെ ലക്ഷ്യമെന്ന് പറയുക. അതിനു വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. തനിക്ക് ഇനി തൻ്റെ ഉടമ്പടിയിൽ അമ്മയും ഈശോയ്ക്കും ഇഷ്ടപ്പെട്ടതൊക്കെയാണ് എനിക്ക് തന്നത്, ഞാൻ വെച്ച നിയോഗങ്ങളൊന്നുമല്ല. ഇനി എനിക്ക് എന്ത് തന്നാലും അതെല്ലാം ഞാൻ സ്വീകരിക്കും, എനിക്ക് നിത്യത വരെ ഈശോയോടൊത്തുള്ള ഒരു ജീവിതം. ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ ഈശോയെ അറിഞ്ഞ മക്കളാണെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. പരമ്പരാഗതമായിട്ട് ഈശോയെ അറിഞ്ഞ മക്കളല്ല. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.